ഓ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ സുഹൃത്ത് എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആളും ഞാനും എൻ്റെ വേറൊരു സുഹൃത്തായിട്ട് ഞങ്ങൾ രാത്രി വല വീശാൻ പോയിട്ട് കിട്ടിയ പരലുകളാണ് കേട്ടോ. ചാകര എന്ന് പറയുന്നത് വൻ ചാകര. അപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ള മീൻ ഞങ്ങൾ പിടിച്ചതിന് ശേഷം നേരെ ഞങ്ങൾ വീട്ടിലോട്ട് വന്നു. ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. 4 പേർക്കായിട്ട് പങ്കുവച്ചു. അപ്പോൾ ഏകദേശം 12 മണിയോളം ആയിട്ടുണ്ട്, രാത്രി 12 മണിയായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത വിശപ്പ്. നമ്മൾ ഈ പരൽ മീനൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് അപ്പം തന്നെ ഫ്രൈ അടിച്ച് കഴിക്കണം, അതൊരു വൈബാണ്. അപ്പോൾ ഞാൻ മീൻ ഒറ്റയ്ക്ക് തന്നെ കട്ട് ചെയ്തു. വീട്ടുകാരെല്ലാം ഉറക്കമാണ് കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് ഞങ്ങൾ ഇതിനെ നന്നായിട്ട് ക്ലീൻ ആക്കും. ഉപ്പിട്ട് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള സകലമാന അഴുക്കും മാറിയിട്ട് നല്ല വെളുത്ത് സുന്ദരിയായിട്ട് ഇരിക്കുന്നുണ്ടോ. ഇതിലോട്ട് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഇടണം. കുരുമുളക് പൊടി ആവശ്യത്തിനിട്ടതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി എല്ലാം ഇട്ട് നന്നായിട്ട് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് പിടിക്കുക. ഇതിനകത്തേക്ക് കുഞ്ഞുള്ളി, ഒരു 2-3 കുഞ്ഞുള്ളി, കുറച്ച് വെളുത്തുള്ളി, അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു പീസ് ഇഞ്ചി കൂടെ ചേർത്ത് നന്നായിട്ട് ഇതിനകത്തോട്ട് ചേർക്കുക, ഇടിച്ച് ചേർക്കുക. എന്നിട്ട് പാനിലോട്ട് ചൂടാക്കാൻ വെക്കുക. അതിലിട്ട് നല്ല നാടൻ വെളിച്ചെണ്ണ, ഞങ്ങളെ വീട്ടിലെ തേങ്ങ ആട്ടിയെടുത്ത വെളിച്ചെണ്ണ കേട്ടോ, നല്ല മണമാണ്. അപ്പോൾ ചട്ടി ചൂടായതിനു ശേഷം ഓരോ മീനായിട്ട് അതിലോട്ട് ഇങ്ങനെ പറക്കി വെച്ചിട്ട് അതൊന്ന് ചൂടായി വെന്ത് വരുമ്പോഴുള്ള മണമുണ്ട് സാറേ, എൻ്റെ മോനെ, അത് പറയാൻ പറ്റത്തില്ല, നാവിലൂടെ വെള്ളം വരും. അപ്പോൾ ഈ വെളിച്ചെണ്ണയിൽ നിന്ന് ആശ നന്നായിട്ട് വെന്ത് വരികയാണ്. ഈ സമയത്ത് നമുക്ക് മറിച്ചിടാനാകുമ്പോൾ ആ സമയം നമുക്ക് അറിയാൻ പറ്റും. വെളിച്ചെണ്ണയിലാകുമ്പോൾ അടിയിൽ പിടിക്കത്തില്ല, നന്നായിട്ട് നമുക്കതിനെ മറിച്ചിടാൻ പറ്റും. മറിച്ചിട്ട് കഴിഞ്ഞ് അത് കഴിഞ്ഞ് കുറച്ചുകൂടെ വെന്തതിന് ശേഷം അതിനൊരു പാത്രത്തിലോട്ട് മാറ്റുമ്പോൾ കണ്ടോ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് കണ്ടോ, ഒരു രക്ഷയില്ല, കറമുറ തിന്ന. പിന്നെ ഇതിൻ്റെ കൂടെയുള്ള മസാല കൂട്ടെല്ലാം ഞാൻ സെപ്പറേറ്റ് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെങ്ങനെ വെച്ചതിന് ശേഷം ഞാൻ പോയി ചോറ് കോരിയിട്ട് വന്നു. ചോറിന് കണ്ടോ നല്ല ചോറ്, കുത്തിരി ചോറ്, ബീട്രൂട്ട്, പിന്നെ മീനുണ്ടായിരുന്നു. അതിലോട്ട് നമ്മുടെ മസാലക്കൂട്ടിനെ വറുത്ത മസാലക്കൂട്ട് കണ്ടോ, അതും മീനും കൂടെ ചേർത്ത് ഒരു മീനും കൂടെ എടുത്ത് അതിൻ്റെ പുറത്തോട്ട് വെക്കുക. വറുത്തെടുത്ത മീനാട്ടോ, വേറെ വൈബാണ്. ഏകദേശം 1:30 ചോറ് കഴിക്കുന്ന സമയമാണ് കേട്ടോ. പക്ഷെ ഇതിൻ്റെ ഒരു ഫീല് അത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. നമ്മുടെ ജോലി അത് വേറെ കാര്യം, പക്ഷെ ഇത് നമ്മുടെ ഹോബിയാണ്. ഈ ഹോബി ഇതൊരു വൈബാണ് മക്കളെ. ഇത് അനുഭവിച്ചവർക്ക് മാത്രമേ ഇതിൻ്റെ ഒറ്റയ്ക്ക് രാത്രി എല്ലാവരും ഉറക്കമാണ്. നമ്മൾ നമ്മുടേതായിട്ടുള്ള ലോകത്തിൽ സ്വന്തമായിട്ട് കുക്ക് ചെയ്യുന്നു, ഫുഡ് കഴിക്കുന്നു, അതൊരു വൈബ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അനുഭവിക്കാൻ താല്പര്യമുള്ളവരൊക്കെ നമ്മളെ സുഹൃത്തുക്കളൊക്കെ ഇങ്ങോട്ട് പോകുന്ന കേട്ടോ.